അപ്പോ റിയൽ ഫേസ് ആയിട്ട് നിൽക്കുന്ന എത്ര പേരുണ്ടാവും? വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. എല്ലാവരും പറയും ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് കാണിക്കുന്നത്, ഇതാണ് എൻ്റെ റിയൽ ഫേസ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇതാണ്. പറച്ചിന് മാത്രം, യഥാർത്ഥം അതല്ല. ഓൾമോസ്റ്റ് ആൾക്കാരും ഫേക്ക് ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫേക്ക് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എത്ര മാത്രം ഫേക്ക് ഫേസ് റിയൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. അതായത് അങ്ങനെയാണ്. പക്ഷെ അവരുടെ യഥാർത്ഥ ഫേസ് ആയിരുന്നെങ്കിൽ ഒരിക്കൽ പുറത്ത് വരും. അപ്പൊ നമ്മൾ ഞെട്ടിപ്പോവും, ഇതായിരുന്നു അപ്പൊ യഥാർത്ഥ സ്വഭാവം എന്ന് വരെ തോന്നിപ്പോവും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എനിക്ക് റിയൽ ഫേസ് ആണ്. ശരിയാണ്, എനിക്ക് റിയൽ ഫേസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാം, ഒരുപാട് എന്താ പറയാ, ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചേക്കാം, പരാജയപ്പെട്ടേക്കാം, പിന്നെ എന്താ പറയാ, പറ്റിക്കപ്പെട്ടേക്കാം, ആരോടും നമുക്ക് അതൊക്കെയാണ് നമ്മൾ നേരിടേണ്ടത്. റിയൽ ഫേസ് നേരിടേണ്ടി വരുന്ന അവസ്ഥകൾ അങ്ങനെയാണ്. കാര്യം ഈ നാട്ടില് റിയൽ ഫേസോടുകൂടി ജീവിക്കാൻ പറ്റത്തില്ല ശരിക്കും. അങ്ങനെയാണ്, അത് അത്രയ്ക്ക് ആയിപ്പോയി. അതാണ്, അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ വന്നത്, ഡോക്ടർമാര് ഇപ്പൊ ഒരുപാട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മീൻസ് എന്താ പറയാ, അവര് രോഗങ്ങളെ കുറിച്ചും ബാക്കിയുള്ള കാര്യം ഹെൽത്ത് അവയർനെസ് എന്നുള്ള രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോ എന്താണെങ്കിലും അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു കാര്യം കണ്ടതൊന്നും എടുത്ത് പറയാന്ന് വെച്ചാൽ നല്ല കാര്യമൊക്കെയാണത്. നമ്മുടെ പ്രിസ്ക്രിപ്ഷനിലെ TID, BD, HS, അപ്പൊ ഇത് മരുന്നുകളൊക്കെ കഴിക്കേണ്ട ഒരു ലാറ്റിൻ വേർഡാണ്. നമ്മൾ ഫാർമസിസ്റ്റുകൾ മാത്രം പഠിക്കുന്നതാണ്, അവരും ഡോക്ടേഴ്സും പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ള എന്റെ പൊന്നു ഡോക്ടർമാര്, നിങ്ങൾ വീഡിയോ ഇട്ടോ, ഹെൽത്ത് അവയർനെസ് നടത്തിക്കോ, പക്ഷെ ആദ്യം പ്രിസ്ക്രിപ്ഷൻ നല്ലപോലെ മര്യാദയ്ക്ക് എഴുതുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അല്ലാതെ കഴിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കാനോ എഴുതി കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഇത് ഈ HS, TDS ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം? അത് എഴുതിയിരിക്കുന്ന സാധനം എന്താന്ന് കൂടി അറിയാൻ. അപ്പോ ഇപ്പോഴും പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ്. ഇപ്പോഴും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഡോക്ടർമാർ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, കൊടുക്കേണ്ട അവയർനെസ് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷൻ നല്ലപോലെ വ്യക്തമായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രിസ്ക്രിപ്ഷൻ കണ്ടു. അതായത് പേരും വയസ്സുമാണ് മുകളിൽ എഴുതിക്കണം. അതേ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ തങ്കച്ചൻ എന്നുള്ള പേര് തന്നെയാണ് പ്രിസ്ക്രിപ്ഷനിൽ മരുന്നിന്റെ പേരായിട്ട് എഴുതിയിരിക്കുന്നത്. മാറിപ്പോയതായിരിക്കാം, ഒരവസ്ഥ ആലോചിക്കണം. അതുപോലെ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫാർമസിസ്റ്റുകൾ അതൊക്കെ വിളിച്ച് സംസാരിച്ച് ഡീൽ ചെയ്ത് അവിടെ തന്നെ ഒതുക്കും. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ മൊത്തം ഹെൽത്ത് മേഖലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഡോക്ടർമാർ നിങ്ങൾ വീഡിയോ ഇട്ടോ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഈ HS, BDS അല്ലെങ്കിൽ TDS ഒന്നും അല്ല അവർക്ക് ഹെൽത്ത് അവയർനെസ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. എന്റെ ദൈവമേ.